നമസ്കാരം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ എങ്ങനെയാണ് എത്തിയത് എന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലേ? ഇന്നത്തെ ഈ വിശകലനത്തിലൂടെ അദ്ദേഹത്തിന്റെ ആവേശകരമായ ആ രാഷ്ട്രീയ യാത്രയുടെ നാൾവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവിൽ നിന്നും ഈ സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, സ്വന്തം പാർട്ടിയിൽ വെറും 6 എംഎൽഎമാരുടെ മാത്രം പിന്തുണയുള്ള ഒരു നേതാവ് എങ്ങനെയാണ് ഒടുവിൽ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തിയത്? കേൾക്കുമ്പോൾ തന്നെ ഒരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പാർട്ടിക്കുള്ളിലെ കടുത്ത മത്സരങ്ങളെയും ഭൂരിപക്ഷ പിന്തുണയില്ലായ്മയും ഒക്കെ മറികടന്ന് അദ്ദേഹം ഈ നേട്ടം എങ്ങനെ സ്വന്തമാക്കി എന്നതാണ് നമ്മളിന്ന് പ്രധാനമായും ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. വി.ഡി. സതീശൻ അടിത്തട്ടിൽ നിന്ന് വളർന്നുവന്ന ഒരു യഥാർത്ഥ ജനകീയ നേതാവ്. യാതൊരു മുൻപരിചയവുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരാളല്ല അദ്ദേഹം. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും വളരെ കൃത്യമായ സംഘടനാ പ്രവർത്തനവും തന്നെയാണ് അദ്ദേഹത്തെ ഈ വിജയത്തിന് അർഹനാക്കിയത്. ഒന്നാമത്തെ ഭാഗം, വിദ്യാർത്ഥി രാഷ്ട്രീയം. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം. 1980കളുടെ അവസാനത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആ ഒരു ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. 86-ൽ എം.ജി. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, പിന്നീട് 2001-ൽ പറവൂരിൽ നിന്നുള്ള ആദ്യത്തെ നിയമസഭാ വിജയം. അവിടെ നിന്ന് 2021-ലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവായി. ഒടുവിലിതാ 2026-ൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും. എത്ര കൃത്യവും സുസ്ഥിരവുമായൊരു ഗ്രാഫാണല്ലേത്! പതിയെ എന്നാൽ വളരെ ഉറച്ച ചുവടുവെപ്പുകളിലൂടെയുള്ളൊരു മുന്നേറ്റം. അദ്ദേഹത്തിന്റെ ആദ്യകാലം നോക്കുകയാണെങ്കിൽ 1964-ൽ എറണാകുളത്തെ നിട്ടൂറിലാണ് അദ്ദേഹം ജനിച്ചത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്ന കാലത്താണ് കെ.എസ്.യുവിലൂടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. പിന്നീട് എൻ.എസ്.യുഐയുടെ ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. അദ്ദേഹത്തിലെ മികച്ചൊരു പ്രാസംഗികനും തന്ത്രശാലിയായ സംഘാടകനുമൊക്കെ രൂപപ്പെടുന്നത് ഈയൊരു കാലഘട്ടത്തിലാണ്. ഭാഗം 2. തോൽവിയറിയാത്ത പറവൂർ എം.എൽ.എ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായൊരു നമ്പറുണ്ട്, 6. പറവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 6 തവണയാണ് അദ്ദേഹം എം.എൽ.എ. ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം എത്രത്തോളം സ്വീകാര്യനാണെന്ന് മനസ്സിലാക്കാൻ വേറെ എന്ത് തെളിവ് വേണം? എന്നാൽ അദ്ദേഹത്തിന്റെ ഈ യാത്ര അത്ര എളുപ്പമുള്ളതൊന്നുമായിരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരേയൊരു വലിയ തോൽവി സംഭവിച്ചത് 1996-ലാണ്, തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ സിപിഐയുടെ പി. രാജുവിനോട് മത്സരിച്ചപ്പോൾ. തുടക്കത്തിൽ തന്നെയുണ്ടായ ഇത്തരം വലിയ തിരിച്ചടികളെ നേരിടാനും ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി മുന്നേറാനും അദ്ദേഹത്തിന് വലിയൊരു നിശ്ചയദാർഢ്യം തന്നെ ആവശ്യമായിരുന്നു. മൂന്നാമത്തെ ഭാഗം, പുതിയ തന്ത്രങ്ങൾ, ഗ്രൂപ്പുകൾക്കുപരിയായി ടീം യു.ഡി.എഫ്. എന്ന ആശയം. 2021-ൽ എൽ.ഡി.എഫിനോട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയൊരു സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്കു പകരം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. അത് പാർട്ടിയിലൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് തന്നെ പറയാം. മുൻ നേതാക്കളിൽ പലരും ഗ്രൂപ്പ് അധിഷ്ഠിത രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സതീശൻ കൊണ്ടുവന്നത് മതേതര കാഴ്ചപ്പാടിലൂന്നിയൊരു ടീം യു.ഡി.എഫ്. സമീപനമാണ്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകൾക്കതീതമായി എല്ലാവരെയും ഒറ്റ കുടക്കീഴിൽ അണിനിരത്താനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചത്. വെറും 5 വർഷം കൊണ്ട് യു.ഡി.എഫിനെ അധികാരത്തിൽ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം എന്തൊക്കെ തന്ത്രങ്ങളാണ് സ്വീകരിച്ചതെന്ന് നോക്കൂ. വളരെ ശ്രദ്ധേയമാണത്. യു.ഡി.എഫിന്റെ രാഷ്ട്രീയ ആഖ്യാനത്തെ അദ്ദേഹം പൂർണ്ണമായും പുനർനിർമ്മിച്ചു. അണികളിൽ പുതിയൊരു ആവേശം പകർന്നു. സർക്കാരിന്റെ ഭരണവീഴ്ചകൾക്കും അഴിമതികൾക്കുമെതിരെ വളരെ കൃത്യമായ ഡേറ്റ വെച്ചുകൊണ്ട് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനെല്ലാം പുറമെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളിലേക്കിറങ്ങിച്ചെന്ന് ഒരു വലിയ പിന്തുണയും അദ്ദേഹം ഉറപ്പാക്കി. നാലാമത്തെ ഭാഗം, 2026-ലെ ആ വലിയ യു.ഡി.എഫ്. വിജയം. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വ്യക്തിപരമായി എടുത്ത റിസ്ക് എത്രത്തോളമാണെന്ന് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡു ഓർ ഡൈ നീക്കം. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും പ്രചാരണത്തോടുള്ള ആ ഒരു 100% പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ആ ആത്മവിശ്വാസം എന്തായാലും വെറുതെയായില്ല. ആകെയുള്ള 140 സീറ്റുകളിൽ 102 സീറ്റുകൾ എന്ന വമ്പൻ വിജയത്തോടെ യു.ഡി.എഫ്. അധികാരത്തിൽ വന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷത്തെ തുടർഭരണത്തിനാണ് ഇതിലൂടെ അവസാനമായത്.
വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF നടത്തിയത് ശരിക്കും ഒരു ഉജ്ജ്വലമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു. 5ാമത്തെ ഭാഗം, KC വേണുഗോപാലിനെതിരായ മത്സരം. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ക്ലൈമാക്സ്. അതെ, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നറിയാനുള്ള 10 ദിവസത്തെ കടുത്ത സസ്പെൻസിലേക്കാണ് കേരളം പിന്നീട് ഉണർന്നത്. ഭരണം കിട്ടി, പക്ഷെ ആര് നയിക്കും? സതീശനുള്ള വലിയ ജനപ്രീതിയും എന്നാൽ അദ്ദേഹത്തെ മറികടക്കാൻ ശ്രമിച്ച പാർട്ടിക്കുള്ളിലെ ശക്തമായ ആഭ്യന്തര സമവാക്യങ്ങളും തമ്മിലുള്ള വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോ ഈ കണക്കുകൾ നോക്കുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. KC വേണുഗോപാലിന് 47 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നപ്പോൾ നമ്മുടെ VD സതീശന് സ്വന്തം പാർട്ടിയിൽ നിന്ന് കിട്ടിയത് വെറും 6 പേരുടെ പിന്തുണ മാത്രമായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് 8 പേരുടെ പിന്തുണയുമുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, പാർട്ടിയിലെ പിന്തുണയുടെ കാര്യത്തിൽ സതീശൻ സംഖ്യാപരമായി എത്രത്തോളം പിന്നിലായിരുന്നു എന്ന് ഈ കണക്കുകൾ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും പിന്നിലായിട്ടും അദ്ദേഹം എങ്ങനെയാണത് നേടിയെടുത്തത്? അവിടെയാണ് ട്വിസ്റ്റ്. വലിയ തോതിലുള്ള ജനകീയ പിന്തുണയും അണികളുടെ ആവേശവും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. പോരാത്തതിന് 22 MLA-മാരുള്ള മുസ്ലിം ലീഗ് പോലുള്ള നിർണായക സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദവും അദ്ദേഹത്തിന് അനുകൂലമായി വന്നു. ഒടുവിൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ സമവായ ഇടപെടലുകളാണ് കളി പൂർണ്ണമായും മാറ്റിയെഴുതിയത്. 6ാമത്തെയും അവസാനത്തെയും ഭാഗം, പുതിയ മുഖ്യമന്ത്രി, കേരളത്തിലൊരു പുതിയ യുഗം. അങ്ങനെ സംഭവബഹുലമായ ആ ചരിത്രയാത്ര അതിന്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നു. ഔദ്യോഗികമായി അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അധികാരമേറ്റെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ഓർക്കാം. ഒരു പുതിയ യുഗമുണ്ടാകും, ഒരു പുതിയ കേരളം. എല്ലാം മാറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളുടെയും ഒരു വലിയ ലക്ഷ്യത്തിന്റെയും വിജയകരമായ ഒരു പൂർത്തീകരണമാണ് ഈ വാക്കുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കും മുൻപ് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു ചോദ്യം ബാക്കിയുണ്ട്. വളരെ അഗ്രസീവായ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന റോളിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് മാറുമ്പോൾ അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ ടീം UDF സഖ്യത്തെ അധികാരത്തിലും ഒരുമിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഭരണത്തിന്റെ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഏറ്റെടുക്കുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും, തീർച്ച. ഏതായാലും വരുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയം എങ്ങനെ മാറുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഈ വിശകലനത്തിനൊപ്പം ചേർന്നതിന് നന്ദി. മറ്റൊരു വിഷയവുമായി നമുക്ക്